ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഡോറ സാധാരണ പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല, വളരെ ഉയരം കുറവ്. അതുകൊണ്ട് തന്നെ അവളെ ചുറ്റുമുള്ളവർ സാധാരണയായിട്ട് വികലാംഗ, ഉയരം കുറവുള്ളവൾ എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞ ചെറിയ കുഞ്ഞിലെ അത്തരം ആക്ഷേപങ്ങളും പരിഹാസങ്ങൾക്കും ഒക്കെ ഇടയിൽ വളർന്നൊരു പെൺകുട്ടിയായിരിക്കണം. സ്വാഭാവികമായിട്ട് അവളുടേതായിട്ടുള്ള പ്രായം വരുമ്പോൾ, സ്വപ്നങ്ങൾ വരുമ്പോൾ, മോഹങ്ങൾ വരുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു വിവാഹബന്ധം അവൾക്ക് സാധ്യമല്ലാത്തതിനാൽ തന്നെ ഒരു സ്നേഹ വിവാഹത്തിലൂടെ അല്ലെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റാണ്. അതിൽ എന്തായാലും വീട്ടുകാർക്ക് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായാൽ പോലും അവർ നല്ല രീതിയിൽ ജീവിതം തുടങ്ങുമ്പോൾ നല്ല സന്തോഷവതിയായിട്ട് ജീവിതം തുടങ്ങുന്നു. സ്വാഭാവികമായിട്ട് ആദ്യത്തെ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു. വളരെ സന്തോഷപൂർവ്വം അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അബോർഷൻ വേണം, വളർച്ചയില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ അത് അബോർഷനായി പോകുന്നു. വളരെ സങ്കടത്തിലേക്ക് എറിയപ്പെട്ട ആ കുഞ്ഞു മാതൃഹൃദയം, വളരെ പൊക്കക്കുറവുള്ള ഒരു അമ്മ എന്നുള്ള നിലയ്ക്കല്ല, കൂടുതലുള്ളതായാലും പൊക്ക കുറവുള്ളതായാലും അമ്മയുടെ മനസ്സെന്ന് പറയണത് ഈ വൈകല്യങ്ങളൊന്നും തൊട്ട് തീണ്ടാത്തതാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡോറ വീണ്ടും ഗർഭിണിയാവുന്നു. അത് വല്ലാത്തൊരു സന്തോഷത്തിൽ ആ കപ്പിൾ വന്ന് യൂട്യൂബിലൂടെ അറിയിക്കുന്നു. അവരോരോ മാസവും അപ്ഡേഷനായിട്ട് വരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ പ്രസവത്തിൻ്റെ ഡേറ്റ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ ഡോറയുടെ ഹസ്ബൻഡ് വന്ന് നമ്മൾ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിന് ഇതുവരെ ഉറപ്പായിട്ടില്ല, പ്രസവിച്ചുവെങ്കിലും അവരെ ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അത്രമാത്രം റിസ്കി ആയിട്ടുള്ള ഒരു പ്രസവമായിരുന്നു അത്. കാരണം പൊക്കക്കുറവുള്ള ഒരു സ്ത്രീ, സാധാരണ പൊക്കക്കുറവുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ വളരെ റിസ്ക്കാണ് സാധാരണ പ്രസവം. അപ്പോൾ സി സെക്ഷനാണ്. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞ് പൊക്കക്കുറവുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്കി ആയിട്ട് ഡോക്ടർമാർ പോലും വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്ത ഒരു സിസേറിയൻ എന്ന് പറയുമ്പോൾ എപ്പിഡ്യൂറിയൽ അനസ്തേഷ്യ അഥവാ നട്ടല് വളച്ച് നമുക്ക് തരുന്ന അനസ്തേഷ്യ ഈ കുട്ടിയിൽ സാധ്യമല്ല. കാരണം ഈ കുട്ടി വളരെ പൊക്കക്കുറവുള്ളത് കൊണ്ട് തന്നെ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുക്കുന്നു. കുഞ്ഞിനെ എടുത്താലും പല 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 രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും പുറത്ത് കൊണ്ടുവരാനായിട്ടൊക്കെ 2-3 ദിവസം പിടിക്കും. പിന്നെ അമ്മ ഒരു ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും 10-16 ദിവസം വേണ്ടി വന്നു. അതിൻ്റെയൊക്കെ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വിവരമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ. ഒരു പ്രസവം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഒരു മരണം തന്നെയാണ്, മരണത്തെ അതിജീവിച്ച് വന്നവൾ തന്നെയാണ്. അപ്പോൾ സാധാരണയിൽ വളരെ പൊക്കക്കുറവുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുമാത്രം സാഹചര്യങ്ങളോട് പടവെട്ടിയിട്ടായിരിക്കണം ആ കുഞ്ഞിന് ജന്മം നൽകിയത്. അവരുടെ മനസ്സിലുള്ള അമ്മയുടെ ആ ഒരു ക്രേവ്, അതായത് ആ ത്വര, മാതൃഹൃദയം, അത് തന്നെ അതിൻ്റെ ഒരു വിജയം തന്നെയാണ്. വീണ്ടും അവർ ക്യാമറയിലൂടെ വന്ന് ആ കുഞ്ഞിനെ കാണിക്കുന്നു. അതൊരു കുറച്ച് ദിവസം വൈകി അവർ കുഞ്ഞിനെ കാണിക്കാനായിട്ട്. കാരണം അവരുടെ കുഞ്ഞിന് മുഖത്തൊക്കെ ഒരു റെഡ് കളർ സ്പെല്ലിങ്സ് ഉണ്ടായിരുന്നു. സാധാരണ ന്യൂ ബോൺ ബേബീസിനൊക്കെ 5-ാം പനി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ചുവപ്പ് കളറ് വരുമ്പോൾ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ ചുവപ്പ് കളറിൽ മുക്കി ഇങ്ങനെ നിറയെ കുരുകുരുവായിട്ട് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ കുറച്ചും കൂടി വൈകിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് റാണി പി സദാശിവൻ. ഇവൻ്റെ വിചാരം ഇവൻ്റെ ഭാര്യ ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നൊക്കെയാണെന്നാണ്. ഒരു വികലാംഗയായ പെണ്ണ് പ്രസവിച്ച ഇത്രയധികം കാട്ടിക്കൂട്ടാനുണ്ടോ? സാധാരണ പ്രസവിക്കുന്ന പോലെ തന്നെയല്ലേ. ഇവൾക്ക് ഇത്തിരി പൊക്കക്കുറവുണ്ട് എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ വികലാംഗ എന്നുള്ള രീതിയിൽ അവർ ആ വാക്കുകൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവൾ ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നതാണ്. അവരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കണ്ട് അതിലൂടെ ഒരു പ്രസവം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ആ അമ്മ ശരിക്കും പറഞ്ഞ ഒരു ഒളിമ്പിക്സ് അല്ല അതിൻ്റെ അപ്പുറം കഴിഞ്ഞ് വന്നവളാണെന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം വേദനയും അതിൻ്റെ റിസ്ക്കും അവരുടെ ചുറ്റും നിൽക്കുന്നവർ, അവരുടെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് ആ പ്രസവിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒട്ടും സന്തോഷത്തിലല്ലാതെ സങ്കടപൂർവ്വം അയാൾ എത്ര വിവരത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചതെന്ന് നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റാണി പി സദാശിവൻ എന്നുള്ള ആ മനോരോഗിയുടെ ആ സ്ട്രേഞ്ച് ഐഡിയയിലെ ഡയലോഗ് ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കൊച്ചുങ്ങളുണ്ട്, ഒരു വികലാംഗ പെണ്ണ് പ്രസവിച്ച കൊച്ചിനെ കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനുണ്ട്. ഇത് ലോക അത്ഭുതങ്ങളൊന്നുമല്ല, എല്ലാ വികലാംഗങ്ങളും പ്രസവിക്കും. സാധാരണ സ്ത്രീകൾ പോലെ തന്നെയല്ലേ, കുറച്ച് ഹൈറ്റ് കുറവുണ്ട് എന്നല്ലേ ഉള്ളൂ. ഭിന്നശേഷിക്കാരി അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അവരെ കൂടുതൽ മാനിച്ചിട്ട് നമ്മൾ ആ പേര് കൊടുത്തിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. എത്ര കടുത്ത ഹൃദയത്തിൽ നിന്നായിരിക്കില്ല അങ്ങനെ ഒരു കമൻറ്റ് വന്നേ. ഒരു അമ്മ എന്ന് പറയുന്ന മാതൃഹൃദയത്തിന് പ്രത്യേകിച്ച് നീളക്കുറവോ പൊക്കക്കുറവോ ഒന്നും ബാധകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞ്
നമ്മൾ ഉദരത്തിൽ പേറിയെന്ന് കണ്ടാൽ അതിനെ നേരിട്ട് കാണാനുള്ള ഒരു കൊതിയാണ് സാധാരണ അമ്മ മനസ്സിലുണ്ടാവുക. ആ അച്ഛനോ ശരിക്കും ഗർഭം ധരിക്കാതെ തന്നെ പ്രസവിക്കുന്ന മനസ്സാണ് അച്ഛൻ്റേത് അല്ലേ. അച്ഛനും വളരെ മോഹത്തോടു കൂടി. ഇനി ഡോറയുടെ ഹസ്ബൻഡിനെ പറ്റി 2 വാക്ക് എനിക്ക് പറയേണ്ടതുണ്ട്. വളരെ നല്ല രീതിയിൽ, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു എന്നോ അതൊരു വലിയ ത്യാഗമാണെന്നോ അവൾക്ക് ഞാൻ ജീവിതം കൊടുത്തു എന്നോ എന്നുള്ള രീതിയിലൊന്നും അയാൾ യാതൊരു വക നാട്യങ്ങളും ഇല്ലാതെ എത്രമാത്രം സ്നേഹത്തോടും കെയറോടും പരിചരണത്തോടും കൂടിയാണ് ആ പെൺകുട്ടിയെ അയാൾ ഏറ്റെടുത്ത് ശുശ്രൂഷിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും കണ്ടാൽ അത്ഭുതം തോന്നും. വലിയ വീടോ വലിയ സൗകര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്വന്തം ഭാര്യ കുഞ്ഞ് അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് ആ ഭർത്താവിൻ്റേത്. അപ്പോൾ അയാൾ ആ പ്രസവത്തിൻ്റെ ഇടയിലൊക്കെ 2-3 വീഡിയോകളിൽ വളരെ പരീക്ഷണനായിട്ട് വന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അയാൾ എന്തുമാത്രം ആ വിഷമങ്ങൾ, അതായത് ഒരു പ്രസവം എന്നുള്ളത് കഴിഞ്ഞെങ്കിലും പ്രസവത്തെ തുടർന്ന് സാധാരണ കവിഞ്ഞ് പൊക്കക്കുറവുള്ള ഒരു അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്ന ചില ശാരീരികമായിട്ടുള്ള റിസ്കുകളുണ്ട്, വേദനകളുണ്ട്. സാധാരണ സെക്ഷനൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുറിവിൻ്റെ വേദന സാധാരണ ഒരാൾക്ക് താങ്ങുന്ന പോലെയൊന്നും അല്ല. ഡോറയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അത്രമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ മുറിവുകളും അതിൻ്റെ വേദനകളും അതിൻ്റേതായിട്ടുള്ള, ഇനി ആ മുറിവുകൾ വെച്ചിട്ട് വേണം ഈ നമുക്ക് നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴൊക്കെ ആ മുറിവുകൾ ശരിക്കും വല്ലാതെ വേദനിക്കും. നമ്മൾ ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ ഡോറയെ സംബന്ധിച്ചിടത്തോളം കിടന്ന് പാല് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമായിരിക്കും. കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഒളിമ്പിക്സ് ഏഷ്യാഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു മരണത്തെ അതിജീവിച്ച് വന്നൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് മോശപ്പെടുത്തുക. നിൻ്റെ ഭാര്യ മാത്രമല്ലേ പ്രസവിച്ചിട്ടുള്ള ലോകത്ത്, ഞങ്ങൾക്കിപ്പോൾ ഇവർ വികലാംഗയുടെ കുട്ടീനെ കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിലും അവനവനെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവനന് സുഖത്തിനായി വരണം എന്നുള്ളതാണ് എല്ലാ മനുഷ്യൻ്റെയും. അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ളത് ആവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല സമൂഹം അല്ലെങ്കിൽ ഒരു ഭാരതീയ ദർശനം ഒക്കെയുള്ള ഈ ലോകത്ത് ഇങ്ങനെ ഒരു റാണി പി സദാശിവൻ എന്ന ആ സ്ട്രേഞ്ച് ഐഡിയയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളെ വേദനിക്കുന്ന ഓൾറെഡി അവർ പല രീതിയിലും സാമ്പത്തികമായിട്ടും ഇപ്പോൾ ഒരു പ്രസവം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറയത്തക്ക യൂട്യൂബിന് കടുത്തൊരു വരുമാനമുള്ള ആളുകളല്ല, ഒരല്പം വരുമാനം ഉണ്ട് എന്നുള്ളതല്ലാതെ. അപ്പോൾ ഒരു സെക്ഷനൊക്കെ കഴിയുമ്പോൾ അതും ഇങ്ങനെ കുട്ടിക്ക് കുറച്ച് പരിമിതമായിട്ടുള്ള ശാരീരിക പ്രത്യേകതകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളും അതിൻ്റേതായിട്ടുള്ള മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഒക്കെ താണ്ടി വന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി മരണത്തെ അതിജീവിച്ച് വന്നിട്ടുള്ളതാണ്. എല്ലാ ഗർഭിണികളും നമ്മൾ പ്രസവ റൂമിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുമല്ലോ അല്ലേ നമ്മളിനി ജീവനോട് തിരിച്ചു വരും, ഒരു കൺഫർമേഷനും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വിജയിച്ച് വന്ന ഡോറ വെറുതെ ഒരു ഡോറയല്ല, അവൾ ധീരയായിട്ടുള്ള ഡോറ തന്നെയാണ്. ഇങ്ങനെ എല്ലാത്തിലും വിഷം കാണുന്ന റാണി പി സദാശിവൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രേഞ്ച് ഐഡിയൊക്കെയാണ് ഈ സൈബർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിടിക്കേണ്ടത്. നല്ല ഒരു പരാതി അവരുടെ പേരിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇങ്ങനെയുള്ള മാനസികമായിട്ട് മറ്റുള്ളവരെ തളർത്തുന്ന ആ സ്ത്രീയുടെ ശരിക്കും ഒരു മനോരോഗിയായിരിക്കണം അവർ, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഒരു കമൻറ്റ് ഇങ്ങനെയുള്ളൊരു ആളുകളുടെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ അടിയിലിടാനായിട്ടുള്ള യാതൊരു വക ചാൻസും ഇല്ല. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.